ഈ ഭൂമിയിൽ നമ്മൾ വന്നത് ഒറ്റയ്ക്കൊറ്റയ്ക്കാണ്. രണ്ടിലധികം കുഞ്ഞുങ്ങൾ ഒരുമിച്ച് കഴിയുന്ന ഗർഭഗൃഹത്തിൽ നിന്ന് പോലും പ്രസവ സമയത്ത് മിനിറ്റുകളുടെ വ്യത്യാസം കൊണ്ട് ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് ഈ ഭൂമിയിലേക്ക് പിറന്നു വരുന്നത്. ഒറ്റയ്ക്ക് വന്ന നമ്മൾ ഒറ്റയ്ക്കു തന്നെയാണ് തിരിച്ചു പോകേണ്ടത്. ഒരുമിച്ചിരുന്ന് അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും നാം ഓരോരുത്തരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് തിരിച്ചു പോകേണ്ടവരാണ്. തൊടികപ്പുലം പള്ളിയുടെ പരിസര ഭാഗങ്ങളിലൂടെ നടന്നു വരുമ്പോൾ അവിടെയൊക്കെ നമ്മുടെ പ്രപിതാക്കളായ ആളുകൾ, പണ്ഡിതർ, ഉമ്മമാർ, സഹോദരിമാർ, ഒട്ടേറെ പരിചയമുള്ള ആളുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് നാം കാണുന്നുണ്ട്. അങ്ങനെയൊരു സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോകേണ്ടവരാണ് നമ്മളൊക്കെയും എന്ന് നമുക്കറിയാം. നമ്മുടെ വീടുകളിൽ തൂക്കിയിട്ടിരിക്കുന്ന കലണ്ടറിൽ ഒരു തീയതി അള്ളാഹു കുറിച്ചു വെച്ചിട്ടുണ്ട്. നാളെ നേരം പുലരുമ്പോഴാണ് ഇന്നത്തെ തീയതിക്ക് ഈ ലോകത്തു നിന്ന് ഞാൻ വിട പറഞ്ഞിട്ടില്ല എന്നെനിക്ക് ബോധ്യമാവുക. ഏതെങ്കിലും ഒരു തീയതിയിൽ മാതൃദിനമായി ഇന്ന് പരിഗണിക്കുന്നത് പോലെ ഒരു തീയതിയെ പടച്ചതമ്പുരാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ജാബിർ അമാനിയുടെ മരണം എന്ന തീയതിയാണ്. എൻ്റെയും നിങ്ങളുടെയും വീടുകളിൽ നാം മറിച്ചിടുന്ന കലണ്ടറുകളുടെ ചതുരക്കള്ളിയിൽ എൻ്റെ പേര് ചേർത്ത്, നമ്മുടെ ഓരോരുത്തരുടെയും പേര് ചേർത്ത് ഒരു മരണത്തിൻ്റെ തീയതി കുറിച്ചു വെച്ചിട്ടുണ്ട് പടച്ചവൻ. ആ തീയതിയിൽ നിന്ന് അണുഅളവ് വ്യത്യാസമില്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് തിരിച്ചു പോകേണ്ടവരാണ്. വലഖദ് ജിഅ്തുമൂനാ ഫുറാദാ, നിങ്ങൾ ഓരോരുത്തരും ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഒറ്റയ്ക്കാണ്. നിങ്ങൾ തിരിച്ച് നമ്മുടെ അടുക്കലേക്ക് വരുന്നതും ഒറ്റയ്ക്കു തന്നെയാണ്. കമാ ഖലഖനാകും അവ്വല മറ, നമ്മൾ ചെയ്യുന്നതു മാത്രമാണ് അന്ന് നമുക്ക് ബാക്കിയാവുക, നമ്മൾ ചെയ്തതിൻ്റെ അനന്തരഫലവുമാണ്. 10,000-കണക്കിന് മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് വിശുദ്ധ ഖുർആനിന്റെ സന്ദേശത്തെ കൈമാറ്റം ചെയ്തിട്ടുള്ള തുടികപ്പുലത്തെയും താളിയംകുണ്ടിൻ്റെയും പരിസര ഭാഗങ്ങളിൽ ഇസ്ലാഹിൻ്റെ ഏറ്റവും ഉത്തമമായ പ്രബോധന പ്രവർത്തനങ്ങളും ജീവിത മാതൃകകളും സമർപ്പിച്ചിട്ടുള്ള മർഹൂം മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ലാ ഏതാണ്ട് 30 വർഷത്തിന് മുമ്പാണ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയത്. തുടികപ്പുലത്തെ സ്മരിക്കുന്ന സമയത്ത് എൻ മമ്മു മൗലവിയെയും മുഹമ്മദ് അമാനി മൗലവിയെയും മലപ്പുറം ഇസ്ഹാഖ് മൗലവിയുടെയും പേരു പറയാതെ നമുക്ക് തിരിഞ്ഞു പോകാൻ കഴിയില്ല. അവരൊക്കെയും ചെയ്ത, അവരൊക്കെയും കൊണ്ട വെയിലിന്റെ ശക്തി കൊണ്ടാണ് ഈ തണുപ്പത്തിരിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നത്. അവര് തിരിച്ചുപോയ മണ്ണിലേക്ക് നമുക്കും തിരിച്ചു പോകേണ്ടതുണ്ട്. ഇവിടെ ഉപകാരപ്പെടുന്ന ഒന്നും അവിടെ ഉപകാരപ്പെടില്ല എന്ന് നമുക്കറിയാം. നമ്മുടെ അധികാരം ലിമനിൽ മുൽക്കുൽ യൗം എന്ന് ചോദിച്ചു പടച്ചവൻ തട്ടിത്തെറിപ്പിച്ചു കളയും. നമ്മുടെ സമ്പത്ത്, നമ്മുടെ സന്താനങ്ങൾ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ എന്ന് പറഞ്ഞ് ഒരിക്കലും ഫലപ്പെടുകയില്ല എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തി. നമ്മുടെ ഓരോരുത്തരുടെയും സ്വാധീനം കൊണ്ട് പലതും നേടാൻ നമുക്ക് കഴിയുന്നുവെങ്കിലും മൻദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി എന്ന നമുക്കെല്ലാവർക്കും പരിചയമുള്ള വചനത്തിൽ അങ്ങനെയൊരു ശുപാർശയുടെ തരിമ്പ് പോലും പരലോകത്ത് വിലപ്പോവുകയില്ല എന്ന് നമ്മൾ പറഞ്ഞു.
എന്നു നമ്മൾ മനസ്സിലാക്കി. അങ്ങനെയാണെങ്കിൽ എൻ്റെ ശരീരത്തിൽ ഏത് തരത്തിലുള്ള സൗന്ദര്യം മറ്റൊരാൾ അനുഭവിച്ചാലും ഇല്ലെങ്കിലും ശരി, മണ്ണിനോട് ചേരുന്ന എൻ്റെ ശരീരത്തിൽ നിന്ന് എൻ്റെ മരണസമയത്ത് തിരിച്ചു പോകുന്ന ആത്മാവ് അത് നേടിയെടുത്ത നന്മകൾ മാത്രമാണ് എനിക്കും നിങ്ങൾക്കും ഗുണം ചെയ്യുന്നു എങ്കിൽ ഈ ദുനിയാവിലും പരലോകത്തിലും വിജയിക്കാനുള്ള മാർഗമെന്ത് എന്ന് നമ്മൾ ആലോചിക്കണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമൻ യുതഇല്ലാഹ വറസൂല, ആരെങ്കിലും അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും അനുസരിച്ചാൽ, ഖുർആനിനെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യയെയും ശരിയായി ആരെങ്കിലും അനുധാവനം ചെയ്താൽ, വയഖ്ശല്ലാഹ്, അല്ലാഹുവിനെ വീണ്ടും വിചാരത്തോടുകൂടി ഭയപ്പെടുകയും ചെയ്താൽ, വയത്തഖി, രക്ഷാശിക്ഷകൾ, നന്മ തിന്മകൾ, ഹലാലുകൾ ഹറാമുകൾ വേർതിരിച്ചു മനസ്സിലാക്കി സൂക്ഷ്മതയോടെ തഖ്വയോടെ മുന്നോട്ട് പോയാൽ ഫഉലൈക ഹുമുൽ ഫായിസൂൻ, അവരാണ് വിജയിച്ചിട്ടുള്ളത് എന്നാണ് വിശുദ്ധ ഖുർആൻ സൂറത്തു നൂറിലൂടെ ബോധ്യപ്പെടുത്തുന്നത്. വിശുദ്ധ ഖുർആൻ നൽകുന്നത്, ഒന്ന് അല്ലാഹുവിനെ അനുസരിക്കണം, രണ്ട് പ്രവാചകന്റെ പാത പിന്തുടരണം, മൂന്ന് പടച്ചവനെ ഭയപ്പെടണം, നാല് തഖ്വയോടുകൂടി ജീവിക്കണം. ഈ നാല് കാര്യങ്ങളും സമ്മേളിക്കുന്ന പ്രധാനപ്പെട്ട ഒരു താവളമാണ് നമ്മുടെ വീട്. ആ വീടിനകത്ത് ഇസ്ലാമിന്റെ പൈതൃകത്തെ സ്വീകരിക്കുമ്പോൾ നമുക്കോരോരുത്തർക്കും സമാധാനമായി കടന്നു ചെല്ലാൻ കഴിയും. വല്ലാഹു യദഉ ഇലാ ദാരിസ്സലാം വമൻ യഹ്ദി ഇലാ സിറാത്തിൻ മുസ്തഖീം. നമ്മുടെ വീടുകളിൽ നിന്ന് നമ്മളെ തിരിച്ചു വിളിക്കുന്ന സമയത്ത് സമാധാനത്തിന്റെ ഭവനത്തിലേക്ക് പോകാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. ഒരു രാത്രിയുടെ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സമയത്താണ് ഈ പ്രദേശത്തുകാരനായ മൂസ മൗലവി നമ്മെ വിട്ടു പോയത്. മൂസ അൻസാരി, അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർ മരണപ്പെട്ടു പോകുമെന്ന്, ഇപ്പോൾ മരിച്ചു പോകുമെന്ന്, ഇപ്പോൾ എൻ്റെ അടുക്കൽ നിന്ന് ഇനി ഒരിക്കലും തിരിച്ചു വരാത്തൊരു ഉറക്കത്തിലേക്ക്, മയക്കത്തിലേക്ക് മാറിപ്പോകുമെന്ന് നമ്മളാരും വിചാരിച്ചിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ കാതിൽ കലിമ ചൊല്ലിക്കൊടുക്കുമ്പോ ഉപ്പ മരണത്തിലേക്ക് പോകാനിരിക്കുകയാണ് എന്ന ബോധ്യം ഒരുപക്ഷെ മക്കളായ നമുക്കുണ്ടായിരിക്കാം. പക്ഷേ അങ്ങനെയൊരു കലിമ ചൊല്ലുന്നതിന്റെ സാധ്യതകൾ പോലും ഇല്ലാത്തൊരു സന്ദർഭത്തിലാണ് പടച്ചവൻ തിരിച്ചു വിളിച്ചത്. സ്ഥിരമായി കിടന്നുറങ്ങുന്ന നമ്മുടെ കട്ടിലിൽ നമ്മുടെ കണങ്കാലുകൾ കണങ്കാലുമായി ബന്ധിച്ച് വെളുത്ത തുണി കൊണ്ട് കീറിയ കഷ്ണം കൊണ്ട് കെട്ടി വെക്കുന്ന ഒരു സന്ദർഭമുണ്ട്. നമ്മുടെ താടി കെട്ടിക്കിടക്കുന്ന ഒരു ഘട്ടമുണ്ട്. അത് പൂമുഖത്തായിരിക്കാം, ബെഡ്റൂമിലായിരിക്കാം, മറ്റെവിടെയെങ്കിലും വീടിന്റെ ഒരു സ്ഥലത്തായിരിക്കാം. ഒറ്റക്കിരുന്ന് ആലോചിക്കാൻ കഴിയണം, അല്ലാഹുവേ, നേരത്തെ പറഞ്ഞ സ്വപ്ന തുല്യമായ സ്വർഗ തുല്യമാകേണ്ട വീട്ടിലെ ഒരു റൂമിൽ എന്റെ പേര് മാറ്റിയിട്ട് മയ്യത്തെന്ന് വിളിക്കുന്ന ഒരു സമയം വരാനുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് തീർച്ചയായും അല്ലാഹുവിന്റെ മാർഗത്തിൽ വിജയം വരിച്ചേ പറ്റൂ എന്ന് നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. ഒരുപക്ഷെ ഈ യാത്രക്കിടയിൽ കുറെ ആളുകൾ പലതും നേടുകയും നേടാതെയും മരണപ്പെട്ടു പോകുന്നുണ്ട്. ഒരു വാഹനം എന്ന നിലയ്ക്ക് 4-5 വാഹനങ്ങൾ ഒരു ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ ചില വാഹനങ്ങൾ ബ്രേക്ക് ഡൗൺ ആകും, മുന്നോട്ട് പോകാൻ കഴിയില്ല. ചില വാഹനങ്ങളുടെ ടയർ പൊട്ടിക്കടയും, അത് മാറ്റിയിട്ട് ചിലപ്പോൾ പോകാൻ കഴിയാതിരിക്കാം, പലതും സംഭവിക്കാം. പക്ഷേ എന്റെയും നിങ്ങളുടെയും എണ്ണിയെടുക്കാവുന്ന ചില ശ്വാസങ്ങൾ നിലച്ചാൽ പിന്നീടൊരു മടക്കമില്ല എന്നത് നമുക്കോരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ്. ആ മടക്കമില്ലാത്തൊരു ലോകത്ത് 2 മാർഗമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്നുകിൽ അബ്ദാവുക, അല്ലെങ്കിൽ ആബിദാവുക എന്നത്. ആബിദ് എന്ന് പറയുന്ന 2 തലങ്ങളിലല്ലാതെ ഈ ലോകത്തൊരു മനുഷ്യനുമില്ല. അബ്ദ് എന്ന് പറഞ്ഞാൽ
അള്ളാഹുവിന്റെ സൃഷ്ടിയായ ഒരടിമ മാത്രമാണ്. ആ അടിമ അള്ളാഹു ഉണ്ട് ഇല്ല എന്ന് വിച്ഛേദിച്ചാലും ഇല്ലെങ്കിലും, നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ പകർത്തിയാലും ഇല്ലെങ്കിലും മരണം വരെ ജീവിക്കും. ഈ ഭൂമിയിൽ ജനിച്ചൊരു മനുഷ്യനും മരിക്കുന്നത് വരെ ഈ ഭൂമിയിൽ സൗകര്യം അനുഭവിക്കാതെ പടച്ചവൻ ഒരിക്കലും തന്നെ നഷ്ടപ്പെടുത്തി കളയില്ല. സർവാദിനാഥനായ അള്ളാഹു സ്വയം ഏറ്റെടുത്തിട്ടുള്ള നിർബന്ധമായ വികാരമാണ് അർ-റഹ്മ, കാരുണ്യമെന്ന് പറയുന്നത്. ദൈവമില്ലെന്ന് പറയാൻ നാവ് പൊങ്ങുന്നൊരു മനുഷ്യന്റെ നാവിന് സംസാരശേഷി പ്രദാനം ചെയ്തത് റഹ്മാനായ പടച്ചവനാണ്. ദൈവമില്ലെന്ന് പറയാൻ വേണ്ടി ആശയങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന തലച്ചോറിന് വർക്ക് ചെയ്യാൻ സൗകര്യമുണ്ടാക്കിയത് അള്ളാഹുവിന്റെ മഹാകാരുണ്യത്തിന്റെ ഭാഗമാണ്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും അങ്ങനെ ഒരു അടിമയായി കഴിയണമോ? കണ്ണുകൊണ്ട് കാണുന്ന, കാതുകൊണ്ട് കേൾക്കുന്ന, ഹൃദയം കൊണ്ട് ചിന്തിക്കുന്ന, തലച്ചോറ് കൊണ്ട് മനനം ചെയ്യുന്ന, നടക്കുകയും ഇരിക്കുകയും ചെയ്യുന്ന, ജീവസന്ധാരണം നടത്തുന്ന ഒരു മനുഷ്യനായി കഴിയണമോ? വിശുദ്ധ ഖുർആൻ അത്തരം ആളുകളെ കുറിച്ച് പറഞ്ഞത് അവര് യതമത്തഊന വയഅകുലൂന കമാ തഅകുലുൽ അൻആം, നാൽക്കാലികളെ പോലെയാണ്. നമ്മുടെ വീട്ടിലുള്ള പക്ഷികളെ പോലെ, പറവകളെ പോലെ, നമ്മുടെ വീട്ടിലുള്ള നാൽക്കാലികളെ പോലെ, നാം കാണുന്ന മൃഗങ്ങളെ പോലെ യതമത്തഊന വയഅകുലൂൻ, അവർ ജീവിതത്തെ ആസ്വദിച്ച് അങ്ങോട്ട് നടക്കുന്നു. അവർ ഭക്ഷണം കഴിക്കുന്നു, മരിക്കുന്നു, ഇരിക്കുന്നു, കിടക്കുന്നു, സഞ്ചരിക്കുന്നു. അവർക്കിടയിൽ അള്ളാഹുവിന്റെ സൃഷ്ടിയായി കാണാൻ കഴിയാവുന്ന ആ ജീവി വർഗങ്ങൾക്കിടയിൽ എനിക്കും നിങ്ങൾക്കും വ്യത്യാസമുണ്ടാകേണ്ടതുണ്ട്. ആ വ്യത്യാസത്തെയാണ് രണ്ടാമതായി അള്ളാഹുവിന്റെ പ്രവാചകൻ നീ ഒരു ആബിദാകണം എന്ന് പറഞ്ഞത്. കുൻ ആബിദ, നീ ആബിദാകണം. വിശുദ്ധ ഖുർആനിൽ ഇബാദുർ റഹ്മാൻ എന്ന പദം നമുക്കറിയാം, ഇബാദുസ് സ്വാലിഹീൻ എന്ന പദം അറിയാം, ഇബാദുല്ലാഹുൽ മുഖ്ലസീൻ, അബ്ദൻ ശകൂറ, അബ്ദുൻ കരീം മക്റൂം, അബ്ദുൻ മുഅ്മിനുൻ, അബ്ദുൻ മുനീബുൻ തുടങ്ങിയ പദങ്ങൾ അള്ളാഹുവിന്റെ തൃപ്തി ലഭ്യമായിട്ടുള്ള ഇഷ്ടദാസന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വാക്കുകളാണ്. ഇബാദുർ റഹ്മാൻ, പരമകാരുണ്യകന്റെ അണിയായി, അടിമയായി എനിക്ക് മാറാൻ കഴിയണം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് നമ്മൾ പറയുമ്പോൾ ആദ്യത്തെ ഭാഗം ആബിദിലേക്കാണ് പോകുന്നത്, രണ്ടാമത്തെ ഭാഗം ആബിദിലേക്കാണ് പോകുന്നത്. ഇന്നാ ലില്ലാഹി, ഈ ഭൂമിയിലുള്ള സകലമാന മനുഷ്യരും അവർ മനുഷ്യരെന്ന നിലയ്ക്ക് പടച്ചവനിലേക്കുള്ളതാണ്, പടച്ചവനിലേക്ക് തിരിച്ചു പോകുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഇങ്ങോട്ട് വരുമ്പോ നമ്മുടെ വീടുകളിലേക്ക് തിരിച്ചു പോകണമെന്ന നിയ്യത്തിലാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ഈ ദുനിയാവിൽ ജനിച്ച് ഈ ദുനിയാവിൽ നിന്ന് തിരിച്ചു പോകണമെന്ന ആഗ്രഹം മാത്രമാണോ നമുക്കുള്ളത്? അത് പോരല്ലോ. അങ്ങനെയാണെങ്കിൽ ഇന്നാ ലില്ലാഹി, എല്ലാം പടച്ചവനുള്ളതാണ്, പടച്ചവനിൽ നിന്ന് മറച്ചു വെക്കാൻ ഒന്നിനും കഴിയില്ല. പക്ഷേ അങ്ങനെയുള്ളൊരു തിരിച്ചുപോക്ക് മാത്രമല്ല, വ ഇന്നാ ഇലൈഹി റാജിഊൻ, പടച്ചവനിലേക്ക് മടങ്ങുക. മരണമെന്ന് പറയുന്ന അവസാനമല്ല, മരണമെന്ന് പറയുന്നത് ആരംഭമായി മനസ്സിലാക്കി പടച്ചവനിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ് എന്ന ബോധ്യമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. മഹാനായ ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഫതാവയിൽ ഈ വചനത്തെ വിശദീകരിച്ചുകൊണ്ട് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നതാണ് ഈ വചനം ഇപ്രകാരം ഉദ്ധരിക്കാൻ എന്നെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. സൂചിപ്പിക്കുന്നത് നാം അബ്ദായി ജീവിച്ചാൽ പോരാ, ആബിദായി നമുക്ക് ജീവിക്കാൻ കഴിയണം. ആബിദായി നമ്മൾ ജീവിക്കുമ്പോ കുറെ കഷ്ടപ്പാടുകളും വിഷമങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും. കരഞ്ഞു തീരാത്ത കണ്ണുനീർ നമുക്കുണ്ടാകും. നാം പ്രതീക്ഷിക്കുന്നത് ദുനിയാവിൽ നടന്നില്ല എന്ന് വരാം. പക്ഷേ അവിടെയൊക്കെ വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, വിവാഹത്തിലേക്ക് ചേർത്ത് പറയുന്നിടത്ത് യകൂനു ഫുഖറാ യുഗ്നീഹിമുല്ലാഹു മിൻ ഫദ്ലിഹി, നീ ദീനിനെയാണ് പ്രാധാന്യം നൽകുന്നത് എങ്കിൽ അവന്റെ സമ്പത്തോ സന്താനങ്ങളോ സൗകര്യങ്ങളോ തറവാടിമയോ മറ്റൊന്നും നീ വിഷയമാക്കേണ്ടതില്ല. യുഗ്നീഹിമുല്ലാഹു മിൻ ഫദ്ലിഹി, പടച്ചവൻ അവന്റെ ഔദാര്യത്തിൽ നിന്ന് നമുക്ക് ഐശ്വര്യം പ്രദാനം ചെയ്യുമെന്ന് ഖുർആനാണ് പറഞ്ഞു തന്നത്. ഖുർആനാണ് പറഞ്ഞു തന്നത്. വമയ്യത്തഖില്ലാഹ്, ആരെങ്കിലും പടച്ചവനെ സൂക്ഷ്മതയോടെ ഭക്തിപാരവശ്യത്തോടുകൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നുവെങ്കിൽ യജ്അൽ ലഹു മഖ്റജാ, അവന് പടച്ച തമ്പുരാൻ ഒരു മാർഗം കാണിച്ചു തരും. എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന രോഗങ്ങൾ
ആ രോഗങ്ങൾ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പണിയെടുക്കുന്നതിന് എനിക്ക് തടസ്സമാകാൻ പാടില്ല. എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമ്പൽ സമൃദ്ധിയും സമ്പത്തില്ലായ്മയും അല്ലാഹുവിന്റെ മാർഗത്തിൽ പണിയെടുക്കുന്നതിന് എനിക്ക് തടസ്സമാകാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന ബോധ്യം അതാണ്. പടച്ചവനായി മാത്രം നമുക്ക് നൽകിയിട്ടുള്ളതാണ് എല്ലാം. എന്റെ കാണാൻ കഴിയാവുന്ന കണ്ണ് പടച്ചവൻ നമുക്ക് നൽകിയിട്ടുള്ളതാണ്. ഒരു തവണ അല്ലാഹുവിന്റെ ഭവനമായ മസ്ജിദുൽ ഹറാമിന്റെ കഅബാലയത്തിന്റെ അടുക്കൽ പോയി ഉംറ നിർവഹിച്ചു മടങ്ങി വരുമ്പോ പ്രിയപ്പെട്ടൊരു സുഹൃത്ത് ആ കഅബാലയത്തിന്റെ സമീപത്തിരുന്ന് കണ്ണുനീർ വാർക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെ വന്നിട്ടുള്ള ആ ഗ്രൂപ്പിലെ ഒരു സുഹൃത്തായിരുന്നു അദ്ദേഹം. അവരെ പോലെ തന്നെ കുറെ ആളുകൾ വന്നിരുന്നു. പുളിക്കൽ എബിലിറ്റിയിൽ നിന്ന് അന്ധരായി കണ്ണു കാണാൻ കഴിയാത്ത കുറെ സഹോദരങ്ങൾ. കണ്ണു കാണാൻ കഴിയാത്ത സഹോദരൻ കണ്ണുനീർ വാർത്തുകൊണ്ട് ഇങ്ങനെ കഴിയുമ്പോ പ്രിയപ്പെട്ട ആളുകൾ അദ്ദേഹത്തിന്റെ പുറത്തിങ്ങനെ തടവിക്കൊടുക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊക്കെയും പടച്ചവന്റെ ഈ ഭവനമായ കഅബയെ കണ്ടിട്ടുണ്ട്, കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട മകളെ ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, എനിക്കത് വിഷമമില്ല. ഈ പ്രപഞ്ചത്തിന്റെ സൗന്ദര്യത്തെ എനിക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിഞ്ഞില്ല, എനിക്കത് വിഷമമില്ല. പക്ഷേ അല്ലാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി പടുത്തുയർത്തിയ ആദ്യത്തെ ഭവനമായ കഅബാലയത്തെ എന്റെ കണ്ണ് നിറഞ്ഞൊന്നു കാണാൻ കഴിയുന്നില്ലല്ലോ എന്ന വേദനയാണ് എന്നെ കരയിപ്പിക്കുന്നത് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, പടച്ചവൻ നൽകിയ കണ്ണിന്റെ അനുഗ്രഹം മനസ്സിലാകുമ്പോ, നമുക്ക് അതിന്റെ വലുപ്പം ഗ്രഹിക്കുമ്പോ ആ കണ്ണിന് ശുക്ർ ചെയ്യേണ്ടതുണ്ട് എന്ന ബോധ്യം നമുക്ക് കടന്നു വരും. നാം എത്രയാണ് കേട്ടത്? സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. എന്റേതെന്ന് പറയാൻ എന്താണ് നമ്മുടെ കയ്യിലുള്ളത്? എത്രമേൽ നിസ്സഹായരാണ് നമ്മൾ. നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും കാണാൻ നമ്മുടെ രണ്ട് കണ്ണുകൊണ്ട് കഴിയില്ല എന്ന വിധം അത്രമേൽ നിസ്സാരരാണ് നമ്മൾ ഓരോരുത്തരും. പുറത്തു ചൊറിയുന്ന ചൊറിച്ചിലിനെ മാന്തി ആശ്വാസം കാണാൻ നമുക്ക് കഴിയുന്നില്ല. അത്രമേൽ നിസ്സഹായനായി, അത്രമേൽ കഴിവില്ലാത്തവനായി ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴാണ് നമ്മള് പടച്ചവൻ നൽകിയ അനുഗ്രഹത്തിന്റെ കെടാവിളക്കിനെ കയ്യിലേന്തിയിട്ടാണ് പടച്ചവന്റെ മാർഗത്തിൽ നിന്ന് തിരിഞ്ഞു നടക്കുന്നത് എങ്കിൽ, കുതറി നടക്കുന്നത് എങ്കിൽ സൂക്ഷിക്കണം സഹോദരങ്ങളെ, ശ്രദ്ധിക്കണം. പടച്ചവൻ നൽകിയ അനുഗ്രഹത്തെ നാം ചെറുതായി കാണരുത്. വിശുദ്ധ ഖുർആൻ നമ്മെ മുന്നിൽ വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം ഇതാണ് എന്നത് നാം ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. ഉഹുദ് യുദ്ധം സജീവമായി നടക്കുന്നു. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ യുദ്ധങ്ങളിൽ ഒന്ന് ഉഹുദ് യുദ്ധമാണ്. അതിലേറെ അല്ലാഹുവിന്റെ പ്രവാചകൻ ഏറെ വിഷമത്തോടുകൂടി തിരിച്ചു പോന്നിട്ടുള്ള യുദ്ധങ്ങളിൽ ഒന്ന് ഉഹുദ് യുദ്ധമായിരുന്നു. എന്താണ് ഉഹുദ് യുദ്ധത്തിന്റെ പ്രത്യേകത? നാം വിശദീകരിക്കേണ്ടതില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൺകുളിർമയോടുകൂടി ഇസ്ലാമിക പ്രബോധന പ്രവർത്തനത്തിന് ഊർജം പകർന്നിരുന്ന ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ രക്തസാക്ഷിത്വത്തിന് സാക്ഷ്യം വഹിച്ച യുദ്ധമാണ് ഉഹുദ് യുദ്ധം. 70ഓളം വരുന്ന സഹാബാ കിറാമിനെ അല്ലാഹുവിന്റെ മാർഗത്തിന്റെ ജിഹാദിന്റെ വഴിയിൽ രക്തസാക്ഷിത്വം നൽകി തിരിച്ചയക്കേണ്ടി വന്നിട്ടുള്ള ഒരു ഘട്ടമായിരുന്നു ഉഹുദ് യുദ്ധം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഘട്ടത്തിൽ പർവ്വതത്തിന് മുകളിൽ നിർത്തിയിരുന്ന സഹോദരങ്ങൾ, സജ്ജനങ്ങൾ, സ്വഹാബാ കിറാം ഒരു വേള അല്ലാഹുവിന്റെ നിർദ്ദേശത്തെ അത്രമേൽ ഗൗരവത്തിൽ കാണുകയോ കാണാതിരിക്കുകയോ ചെയ്ത് താഴെ ഗനീമത്ത് സ്വത്ത് സ്വീകരിക്കുന്നതിന് വേണ്ടി വരുമ്പോഴാണ് അല്ലാഹുവിന്റെ വാളായി പിന്നീട് പരിചയപ്പെടുത്തിയിട്ടുള്ള ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു ഈ തക്കം കൃത്യമായി ഉപയോഗപ്പെടുത്തിയത്. ശത്രുപക്ഷത്ത്, ഖുറൈശികളുടെ പക്ഷത്ത് വില്ലാളി വീരനായി വിലസിയിരുന്ന ഖാലിദ് ഇബ്നുൽ വലീദ് ഊതിരണാങ്കണത്തിലേക്ക് തന്റെ കുതിരപ്പടയെ നയിച്ചുകൊണ്ട് കടന്നു വരികയും അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശരീരമെടുക്കുന്നതിന് വേണ്ടി ആവേശത്തോടുകൂടി മുന്നോട്ട് പോവുകയും ചെയ്തു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കണങ്കാലിൽ നിന്ന് രക്തമൊഴുകി. പ്രവാചകന്റെ മുൻപല്ലിന് കേടുപറ്റി. പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ചരിത്രത്തിൽ ഈ ഭാഗങ്ങളൊക്കെയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്തരമൊരു ഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചത് ആരായിരുന്നു എന്നത് ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. അതാരാണ്? പ്രവാചകനിൽ ആദ്യമായി വിശ്വസിച്ച അബൂബക്കർ റളിയല്ലാഹു അൻഹു അല്ല. പ്രവാചകനിൽ ആദ്യമായി വിശ്വസിച്ച ഖദീജ റളിയല്ലാഹു അൻഹയല്ല. അവരാരും ഇസ്ലാമിന് സേവനം ചെയ്തിട്ടില്ല എന്നല്ല ഈ പറഞ്ഞത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൽ തഫ്തു യമീനൻ വലാ ശിമാല,
ഞാൻ വലത്തോട്ട് നോക്കിയപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞു, ഇടത്തോട്ട് നോക്കിയപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞു. ഇല്ലാ വഅനാറാഹാ തുഖാതിലു ദുനി. തന്നെ മറന്നുകൊണ്ട് എന്റെ മുന്നിലും പിറകിലും വശങ്ങളിലും എനിക്ക് സംരക്ഷണ കവചം തീർത്തിട്ടുള്ള നുസൈബ ബിൻത് കഅബ് റളിയല്ലാഹു അൻഹയെ എനിക്ക് കാണാൻ കഴിഞ്ഞിരുന്നു എന്നതാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ നുസൈബ ബിൻത് കഅബ് എന്ന് പറയുന്ന ധീര വനിതയെ കുറിച്ച് രേഖപ്പെടുത്തിയത്, അവർ മരണപ്പെട്ട് കിടക്കുന്ന ഘട്ടത്തിൽ അവരെ ചെന്ന് കണ്ടപ്പോൾ ഒരു മുള്ളം പന്നിയെ പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത് എന്നതാണ്. ശരീരത്തിന്റെ രോമകൂപങ്ങൾ പോലും ബാക്കിയാകാത്ത വിധത്തിൽ ശത്രുക്കളെ ഇത് വിട്ടിട്ടുള്ള അമ്പുകൾ മുഴുവൻ സ്വീകരിച്ചുകൊണ്ട് സർവാധിനാഥനായ പടച്ചതമ്പുരാന്റെ ദൂതനായ അല്ലാഹുവിന്റെ റസൂലിന് സംരക്ഷണം പകരുകയായിരുന്നു. യഥാർത്ഥത്തിൽ നുസൈബ ബിൻത് കഅബ് റളിയല്ലാഹു അൻഹ എന്നത് നമുക്കറിയാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ചരിത്രം നമുക്ക് പാഠമാണ്. ഇസ്ലാമിക പ്രവർത്തനത്തിൽ ദീർഘമായി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള എത്രയേറെ സഹോദരിമാരുടെ സഹോദരങ്ങളുടെ മുൻകഴിഞ്ഞു പോയ ചരിത്രങ്ങൾ നമുക്ക് പരിചയമുള്ളതാണ്. ആ പരിചയമുള്ള ചരിത്രത്തിലൂടെ അവരെല്ലാം ആബിദുകളായിരുന്നു, പടച്ചവന്റെ ഇഷ്ടദാസന്മാരായിരുന്നു, ദാസികളായിരുന്നു എന്നത് തിരിച്ചറിയുമ്പോഴാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഗൗരവമുണ്ടാകുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം പ്രവാചകന്റെ സദസ്സിൽ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുന്ന ഒരു സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് വിയർപ്പിന്റെ കണങ്ങൾ പൊടിഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹ്യ് വരികയാണ് എന്ന് സഹാബികൾക്ക് മനസ്സിലായി. അള്ളാഹുവിന്റെ പ്രവാചകൻ അല്പസമയത്തിനു ശേഷം തന്നെ വിവരമറിയിച്ച ജിബ്രീലിന്റെ വഹ്യിന്റെ ഭാഗങ്ങൾ സഹാബികൾക്ക് പറഞ്ഞു കൊടുത്തു. എനിക്ക് ജിബ്രീൽ സ്വർഗം കാണിച്ചു തന്നു. ആ സ്വർഗം കാണിച്ചു തന്നു. അവിടെ ഒരു വലിയ കൊട്ടാരം ഞാൻ കണ്ടു. ആ കൊട്ടാരത്തിന് പേര് കൊടുത്തിട്ടുള്ളത് ഖസ്റു ഉമർ, ഉമറിന്റെ കൊട്ടാരം എന്നതാണ്. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ വഹയിന്റെ അടിസ്ഥാനത്തിലാണ് ദീനീപരമായി സംഭവിക്കുക. അങ്ങനെയുള്ള ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് നേർക്ക് നേരെയാണ് നിനക്ക് സ്വർഗത്തിൽ അല്ലാഹു ഒരു കൊട്ടാരം പണികഴിപ്പിച്ചിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി വിശദീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഇസ്ലാമിക സമൂഹത്തിന്റെ ദീർഘമായ വൻകരകളിലേക്ക് ഇസ്ലാമിന്റെ പ്രഭാവത്തെ കൊണ്ടുവരുന്നതിൽ ശക്തമായ നേതൃത്വം കൊടുത്തിട്ടുള്ള രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ തന്റെ ഖിലാഫത്ത് ഏറ്റെടുത്തതിനു ശേഷം പിന്നീടുള്ള സന്ദർഭത്തിൽ മസ്ജിദുൻ നബവിയുടെ ഭാഗത്തിരുന്നു കൊണ്ട് കരയുന്നത് സഹാബികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹയാത്തു സ്വഹാബയിൽ ദീർഘമായി ഈ സംഭവത്തെ നമുക്ക് കാണാൻ കഴിയും. ഇത് ജലസ അദ്ദേഹം അവിടെ ഇരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുനീർ ധാരധാരയായി ഒഴുകുകയും നാവിൽ നിന്ന് വിറകൊള്ളുകയും ചെയ്തു. കരഞ്ഞിരിക്കുന്ന അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് നിങ്ങളെ കരയിപ്പിക്കുന്നത്? എന്റെ ആയുസ്സുകൾ ഓരോന്നോരോന്ന് കഴിഞ്ഞു പോകുന്നതിനെ കുറിച്ച് ഓർത്തപ്പോഴാണ് എനിക്ക് കരച്ചിൽ വന്നത്. ഞാൻ ചെയ്ത കാര്യങ്ങൾ വളരെ കുറച്ചാണല്ലോ എന്നാലോചിച്ചപ്പോഴാണ് എനിക്ക് കരച്ചിൽ വന്നത് എന്ന്. ആരാണ് ഈ പറഞ്ഞത്? ഒരു സ്വർഗത്തിൽ ഒരു കോട്ടയുണ്ട് എന്ന് റസൂലുള്ളാഹിയുടെ നാവ് കൊണ്ട്, സ്വന്തം ചെവി കൊണ്ട്, സഹാബികളുടെ സാന്നിധ്യത്തിൽ നേർക്കുനേരെ പ്രഖ്യാപിച്ച ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹമാണ് പറയുന്നത്, എന്നെ കരയിപ്പിക്കുന്നത് എന്റെ പ്രവർത്തനത്തിന്റെ കുറവാണ് എന്നത്. വഖ്തിറാബു അജലി, എന്റെ അവധി ഇതാ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കാർക്കും ഒരു വിഷയത്തിലും ഉറപ്പില്ല. എപ്പോൾ മരിക്കുന്നു, എങ്ങനെ മരിക്കുന്നു, ഏതു തരത്തിൽ മരിക്കുന്നു നമുക്ക് പറയാൻ കഴിയില്ല. ഇന്നലെ ഹജ്ജ് നിർവഹിക്കുന്നതിനെ കുറിച്ച് സന്തോഷത്തോടുകൂടി യാത്ര ചോദിക്കാൻ പോയിട്ടുള്ള ഭാര്യയുടെയും അതേപോലെ തന്നെ ബന്ധുക്കളെയും കുറിച്ചുള്ള വിവരം ഇന്ന് പത്രത്തിൽ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. ഒരു ഹയർ സെക്കൻഡറിയുടെ പ്രിൻസിപ്പളായിരുന്ന പ്രിയപ്പെട്ട സഹോദരൻ, അല്ലാഹു അദ്ദേഹത്തിന് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, മഞ്ചേരിക്കടുത്ത് ഒരു ആക്സിഡന്റിൽ അദ്ദേഹം ജീവൻ പൊലിയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഹജ്ജിന് പോകുന്നു എന്ന് പറയുമ്പോ തോളോട് ചേർത്ത്, ശരീരത്തോട് ചേർത്ത്, ശരീരത്തിന്റെ ചൂടുകൾ പരസ്പരം പങ്കിട്ടെടുത്ത്
പൂർണ്ണമായ അർത്ഥത്തിലുള്ള ഒരു ഹജ്ജ് നിർവഹിച്ച് തിരിച്ചു വരണമേ എന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞയച്ച ഒരു സുഹൃത്ത് ആ പ്രാർത്ഥനയുടെ സാഫല്യം ഹജ്ജായിട്ടല്ല നിർവഹിക്കുന്നത്, പടച്ചവൻ തിരിച്ചു വിളിക്കുകയാണ്. പടച്ചവൻ തിരിച്ചു വിളിക്കുകയാണ്. ഇങ്ങനെയൊരു വിളി എന്റെയും നിങ്ങളുടെയും മുമ്പിലുണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് തർക്കമില്ല, ശങ്കയില്ല, സംശയമില്ല. പക്ഷേ നമ്മുടെ മനസ്സുകളിൽ നിന്ന്, നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന്, നമ്മുടെ കണ്ണുനീരുകളിൽ നിന്ന് എന്തുകൊണ്ടാണ് ഞാൻ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ വളരെ കുറഞ്ഞു പോയിട്ടുണ്ടല്ലോ, വളരെ കുറച്ചാണല്ലോ എന്ന കാര്യം എന്തുകൊണ്ട് കടന്നു വരുന്നില്ല എന്നതാണ് നാം ആലോചിക്കേണ്ടത്. പരിഹാസമോ പരിഭവമോ പറയുകയല്ല, കുറച്ചുകൂടി അധ്വാനിക്കാൻ നമുക്ക് സമയമായിട്ടുണ്ട്. പൂർവീകരായിട്ടുള്ള ആളുകൾ അത്രമേൽ കഷ്ടപ്പെടുകയും വിഷമിക്കുകയും ചെയ്തുകൊണ്ട് പടുത്തുയർത്തിയ ഈ സുലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശ പ്രബോധന രീതിയിൽ അണിനിരന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കിനിയും കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ദുനിയാവിന്റെ മൂല്യങ്ങളുമായി നിങ്ങൾ സന്ധി ചെയ്യുകയാണോ? ദുനിയാവിന്റെ മൂല്യങ്ങൾ നിങ്ങളുടെ സമ്പാദനങ്ങളായി, നിങ്ങളുടെ സമ്പത്തുകളായി, കച്ചവടമായി, ഉദ്യോഗമായി, സാഹോദര്യ നിങ്ങളുടെ സ്വാധീനങ്ങളായി, നിങ്ങളുടെ പാർപ്പിടങ്ങളായി, ഇതിനോടൊക്കെയും കെട്ടുബന്ധത്തോടുകൂടി നിങ്ങൾ പോവുകയാണോ? വിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന ചോദ്യമാണത്. ഇദാ തബായഅതും ബിൽ ഐന വറദീതും ബിസ്സറഅ വറദീതും ബിസ്സറഅ, നിങ്ങൾ നിർവഹിക്കുന്ന ജീവിതായോധന മാർഗത്തിൽ നിങ്ങൾ സംതൃപ്തിയടഞ്ഞ് മുന്നോട്ട് പോവുകയാണോ? നിങ്ങൾ നിങ്ങളുടെ നാൽക്കാലികളുടെ കെട്ടാൻ ഉപയോഗിക്കുന്ന ആ കയറുണ്ടല്ലോ, അഥവാ ജീവിതായോധനത്തിന്റെ മഈശത്തിന്റെ വിവിധ വഴികളെ രേഖപ്പെടുത്തി എന്ന് മാത്രമാണ്. നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനെ നഷ്ടപ്പെടുത്തുകയാണോ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. അതെ, പ്രാർത്ഥിച്ചിട്ട് പൂതി തീരാത്തൊരു സന്ദർഭത്തെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം പ്രിയപ്പെട്ടവരെ. ഓതിയിട്ട് പൂതി തീരാത്ത വിശുദ്ധ ഖുർആനിന്റെ പേജുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. സുന്നത്തു നമസ്കാരങ്ങളിലൂടെ പടച്ചവന്റെ തൃപ്തി കരസ്ഥമാക്കാൻ കഴിയുന്ന സത്യവിശ്വാസികളായി മാറാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. കുടുംബ ബന്ധങ്ങളിലൂടെ, അவ்விധത്തിലുള്ള ഏറ്റവും നല്ല സ്നേഹസൃണമായ പ്രവർത്തനങ്ങളിലൂടെ ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോകുന്ന സമയത്ത് എന്നെ കുറിച്ച് നല്ലത് പറയുന്ന പടച്ചവന്റെ കോടതിയിൽ അല്ലാഹു എന്നെ തൃപ്തിപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വരാൻ നിങ്ങൾക്ക് സാധ്യമാകുന്നില്ല എങ്കിൽ എന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞ് നമ്മളോട് ഓരോരുത്തരോടും സൂചിപ്പിക്കുന്നത്, സല്ലല്ലാഹു അലൈക്കും ദുല്ലൻ ലാ യൻസഅഹു ഹത്താ തഊദു ഇലാ ദീനിക്കും. നിങ്ങളെ പടച്ചവൻ പരീക്ഷണങ്ങളെ കൊണ്ട് നിവർത്തിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ അല്ലാഹുവിന്റെ ദീനിലേക്ക് തിരിച്ചു വരുന്നത് വരെ ഇത്തരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും നിങ്ങൾക്കുണ്ടായിരിക്കുമെന്ന കാര്യം വിശുദ്ധ ഖുർആനാണ് ബോധ്യപ്പെടുത്തുന്നത്. ചെറിയ ചെറിയ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോഴേക്ക് ഒരുപക്ഷെ നമുക്ക് വേദനയാണ്. നമ്മുടെ മക്കളൊന്ന് വീഴുമ്പോ, ചെറിയൊരു മുറിവ് പറ്റുമ്പോ നമുക്കൊക്കെയും വേദന തോന്നുകയാണ്. പക്ഷേ മുറിവ് പറ്റാതെ കേടുപാടുകളില്ലാതെ, കുറവുകളില്ലാതെ, ന്യൂനതകളില്ലാതെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് തിരിച്ചു പോകാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകേണ്ടതുണ്ട് എന്നതാണ്. നിങ്ങൾ ഓടി രക്ഷപ്പെടുന്നത് നിങ്ങൾക്കൊരിക്കലും പ്രയോജനമുണ്ടാക്കുന്ന കാര്യമല്ല. ഇൻഫറർത്തും, നിങ്ങൾ ഓടിപ്പോകുന്നത് എവിടേക്കാണ്? എവിടെ നിന്നാണ് നിങ്ങൾ ഓടുന്നത്? മിനൽ മൗത്ത്, മരണത്തിൽ നിന്നാണ് നിങ്ങൾ ഓടുന്നത്. അവിൽ ഖത്ൽ, അല്ലെങ്കിൽ യുദ്ധത്തിൽ ഷഹീദാകുന്നതിൽ നിന്നാണ് നിങ്ങൾ ഓടുന്നത്. ഖന്തഖ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരു വചനമാണ്. എന്റെ വാക്കുകൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അത്തരമൊരു ഘട്ടത്തെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? എവിടേക്കാണ് ഈ യാത്ര പോകുന്നത്? നിങ്ങൾക്കൊരിക്കലും എന്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. മരണമാണോ നിങ്ങൾക്ക് ഭയം? പിടികൂടുക തന്നെ ചെയ്യും. പടച്ചവന്റെ മാർഗത്തിലുള്ള ധർമ്മ സമരത്തിൽ നിന്നാണോ നിങ്ങൾ ഓടി ഒളിക്കുന്നത്? നിങ്ങളിലേക്ക് അത് തിരിച്ചു വരിക തന്നെ ചെയ്യും. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, അങ്ങനെ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾ ഈ ദുനിയാവിൽ നിന്ന് കുറച്ചു മാത്രം അനുഭവിക്കും. പരലോകത്താണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അനുഭവിക്കാനുള്ളത്. അത് അതിലേറെ കുറയുകയും ചെയ്യും. ഖുൽ മൻ ദല്ലദീ യഅസിമുകും മിനല്ലാഹ്. എന്നിട്ട് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു, നിനക്ക് കണ്ണ് നൽകിയ പടച്ചവനെ കുറിച്ച്, കേൾവി നൽകിയ പടച്ചവനെ കുറിച്ച്, ശരീരഭാഗങ്ങൾ നൽകിയ പടച്ചവനെ കുറിച്ച്. പ്രിയപ്പെട്ടവരെ, ഒന്ന് കണ്ണു ചിമ്മിയാൽ, ഒന്ന് മറന്നാൽ, ഒന്ന് താളം തെറ്റിയാൽ നമ്മളൊക്കെയും
പരിസര പ്രദേശത്തുള്ള ഹോസ്പിറ്റലുകളിൽ കേവലമായി ചടഞ്ഞുകൂടുന്ന ഒരു മനുഷ്യനായിരിക്കും. അതെ, വിശുദ്ധ ഖുർആൻ പറയുന്നു, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഖുൽ മൻ ദല്ലദി യഅസിമുകും മിനല്ലാഹ്, പടച്ചവനിൽ നിന്ന്, അല്ലാഹു അല്ലാത്തവരിൽ നിന്ന് ആരാണ് നിങ്ങൾക്ക് സംരക്ഷണം നൽകുന്നത്? ഇന്നറാദ ബികും സൂഅൻ, തെറ്റായ ഒരു കാര്യത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് പോയിട്ട് നിങ്ങൾക്ക് ജീവിതത്തെ രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? എങ്കിൽ ആ വ്യാമോഹം ശരിയല്ല എന്ന് ഖുർആൻ പറയുന്നു. ഔ അറാദ ബികും റഹ്മ, ഔ അറാദ ബികും റഹ്മ, നിങ്ങൾ അനുഗ്രഹത്തെ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ അനുഗ്രഹത്തെ ആഗ്രഹിക്കുകയും രക്ഷപ്പെടുകയും ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ പടച്ചവനിൽ നിന്നല്ലാതെ എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ അനുഗ്രഹം ലഭിക്കുന്നത് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. വലാ യജിദൂന ലഹും മിൻ ദൂനില്ലാഹി വലിയൻ വലാ നസീറാ, വലാ യജിദൂന ലഹും, അവർക്കൊരിക്കലും കണ്ടെത്താൻ സാധിക്കുകയില്ല, മിൻ ദൂനില്ലാഹി വലിയൻ വലാ നസീറാ, പടച്ചവനല്ലാതെ വലിയായി, രക്ഷകനായി, സഹായിയായി മറ്റൊന്നിനെയും കണ്ടെത്താൻ സാധിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അടുത്ത വചനമാണ് ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കേണ്ടത്. തബൂക്കിലേക്ക്, ഖന്തഖിലേക്ക് ഞങ്ങൾ വരുന്നില്ല എന്നവർ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ യുദ്ധത്തിനു തയ്യാറല്ല എന്നും അവർ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പൊ വരാം, ഇപ്പൊ വരാം, വരാം, നിങ്ങൾ നേരത്തെ നടന്നോളൂ, നിങ്ങൾ മുന്നിൽ നടന്നോളൂ, ഞങ്ങൾ വരാം എന്ന് മാത്രമാണ് അവർ പറഞ്ഞത്. പക്ഷേ ദുനിയാവിന്റെ കെട്ടുബന്ധങ്ങളുമായി പോയപ്പോ അവർക്ക് ആ യുദ്ധത്തിൽ പങ്കെടുക്കാൻ സാധ്യമാകാത്ത അവസ്ഥ വന്നു. ആ അവസ്ഥയെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. നിങ്ങളിൽ നിന്ന് ഒളിച്ചു കളിക്കുന്ന ആളുകളെ കുറിച്ച് എനിക്കറിയാം എന്നാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചത്. നിങ്ങളിൽ നിന്ന് ആരൊക്കെയാണ് ഒളിച്ചു കളിച്ച് നടക്കുന്നത് എന്നത് എനിക്കറിയാം എന്നാണ് പറയുന്നത്. പടച്ചവൻ നൽകിയ അനുഗ്രഹങ്ങളെ ആവോളം ആസ്വദിച്ച് അനുഭവിച്ച് ദുനിയാവിന്റെ എല്ലാവിധ സൗകര്യങ്ങളിലും ബർക്കത്തുകളിലും റഹ്മത്തുകളിലും പടച്ചവൻ നമ്മളെ കൊണ്ടുപോയി സന്താനങ്ങളായി, സമ്പത്തുകളായി, സൗകര്യങ്ങളായി ഓരോന്നോരോന്നായി കൊണ്ടുപോയിട്ട് ആ കൊണ്ടുപോകുന്നതിനിടയ്ക്ക് വ്യക്തിപരമായി നിർവഹിക്കേണ്ട ആരാധനകളിൽ, സാമൂഹികമായി നിർവഹിക്കേണ്ട ദഅവത്തുകളിൽ നിന്ന് ചെറിയ ചെറിയ ന്യായങ്ങൾ പറഞ്ഞ്, ചെറിയ ചെറിയ വിഷയങ്ങൾ പറഞ്ഞ് പിറകോട്ട് മാറുന്നുവെങ്കിൽ അത് രോഗമാണെങ്കിൽ പ്രവാചകൻ രോഗിയായതിന്റെ പേരിൽ പടച്ചവന്റെ മാർഗത്തിൽ നിന്ന് മുന്നോട്ട് പോകുന്നതിൽ നിന്ന് ചെറുതായെന്ന് പിറകോട്ട് പോയപ്പോൾ പടച്ചവൻ ശിക്ഷിച്ചിട്ടുള്ള പ്രവാചകനെ കുറിച്ച് നമ്മൾ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. എത്രയെത്ര സംഭവങ്ങളാണ് പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. ഖുർആൻ പറയുന്നു, പടച്ചവനിൽ നിന്ന് മറച്ചു വെക്കാൻ നമുക്കൊന്നും കഴിയില്ല എന്നിരിക്കെ നിങ്ങൾ ഓരോരുത്തരും ഊളിയിട്ട് നടക്കുന്നത്, നിങ്ങൾ ഓരോരുത്തരും മുങ്ങി നടക്കുന്നത് എനിക്കറിയാമെന്നത് നമ്മൾ ഓരോരുത്തരെയും ചൂണ്ടിക്കൊണ്ടു തന്നെയാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അവർ തന്റെ സഹോദരങ്ങളോട് പറഞ്ഞു, ഹലുമ്മ ഇലൈന, ഇപ്പ വരാം, നടന്നോളൂ എന്ന് പറയുന്നു. അങ്ങനെ നടന്നോളൂ എന്ന് പറഞ്ഞ് എതിർപ്പ് പ്രകടിപ്പിക്കുന്നില്ല. പക്ഷേ ദുനിയാവിൽ ചേർന്നപ്പോ ആ ദുനിയാവിന്റെ പളപളപ്പുകളുമായി മുന്നോട്ട് പോയി ധർമ്മസമരത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ വന്നപ്പോ അവരെയാണ് ശക്തമായി അള്ളാഹുവിന്റെ പ്രവാചകനെ നൽകിയിട്ടുള്ള വിശുദ്ധ ഖുർആന്റെ വചനത്തിലൂടെ ഖുർആൻ താക്കീത് നൽകിയത്. വലാ യഅ്തൂനൽ ബഅസ ഇല്ലാ ഖലീലാ. വിശുദ്ധ ഖുർആൻ അതിനെ അവസാനിപ്പിക്കുന്നത് അല്പന്മാരല്ലാതെ അല്പമല്ലാതെ അവർ വന്ന് ചെയ്തിട്ടില്ല എന്ന കാര്യമാണ് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പാകെ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നാം ഗൗരവത്തിൽ ആലോചിക്കുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ബുദ്ധിമാന്മാരാണ് എങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താണ്? വിശുദ്ധ ഖുർആനിലെ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഇബ്നു മാജയുടെ റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാൻ കഴിയും. ആരാണ് ബുദ്ധിമാൻ? ആ ബുദ്ധിമാനെ കുറിച്ച് പറഞ്ഞത് അക്തറുഹും ദാകിറൻ ലിൽ മൗത്ത്, മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർക്കുക എന്നതാണ്. ഇസ്ലാമിക ടെർമിനോളജിയിൽ ഹുബ്ബുൽ മൗത്ത്, മരണത്തെ ഇഷ്ടപ്പെടുക എന്നൊരു പ്രയോഗമുണ്ട്. മരണത്തെ പേടിക്കുകയല്ല, മരിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയല്ല, ഒന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് ദുആ ചെയ്യുകയല്ല, മറിച്ച് ഹുബ്ബുൽ മൗത്ത്, മരണത്തെ ഇഷ്ടപ്പെടുക എന്നതാണ്. ഹുബ്ബുൽ മൗത്തിന്റെ വിപരീതമാണ് കറാഹിയത്തുൽ മൗത്ത്, മരിക്കാൻ മനസ്സിന് വിമ്മിഷ്ടമുണ്ടാവുക എന്നത്. ഹുബ്ബുൽ മൗത്ത്, മരിക്കാൻ ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമായില്ല, മറിച്ച് പടച്ചവനിലേക്ക് തിരിച്ചു ചെല്ലുമ്പോ കൃത്യമായി സ്വർഗം നേടാൻ കഴിയാവുന്ന അമലുകളിലൂടെ
തിരിച്ചു ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ അവിടെയാണ് ഹുബ്ബുൽ മൗത്ത് എന്ന് പറയുന്നത്. നമ്മുടെ വീടുകളിലേക്ക് നമ്മൾ ഈ സമ്മേളനം കഴിഞ്ഞ് തിരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നു. സമാധാനത്തോടുകൂടി മക്കളിലേക്ക്, കുടുംബങ്ങളിലേക്ക് ചെന്നണയണമെന്ന് ആഗ്രഹിക്കുന്നു. എങ്കിൽ അപ്രകാരം തന്നെ നമ്മുടെയൊക്കെ മഹല്ലുകളുടെ പരിസരത്ത് കാണാൻ കഴിയാവുന്ന 6 അടി മണ്ണിലേക്ക് ഇപ്രകാരം സമാധാനത്തോടെ, സ്നേഹത്തോടെ, സൗകര്യത്തോടെ, ആശ്വാസത്തോടെ പടച്ചവനെ കണ്ടുമുട്ടാൻ കഴിയാവുന്ന എല്ലാ തരത്തിലുള്ള ഗുണഗണങ്ങളോടുകൂടി തിരിച്ചു പോകാൻ സാധിക്കുന്നവരായി പടച്ചവനെ കുറിച്ചുള്ള ഓർമ്മ, മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ ശക്തിപ്പെടുത്തുന്നുവെങ്കിൽ അവരെയാണ് ബുദ്ധിമാൻ എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവരാണ് അതിനുവേണ്ടി ഒരുങ്ങി തയ്യാറാകുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ള ആളുകൾ എന്നാണ് വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ഒറ്റക്കൊറ്റക്കല്ല, കൂട്ടം കൂട്ടമായി ഇവിടെ വന്നു. ഇനി നമ്മൾ തിരിച്ചു പോകുന്നതും കൂട്ടം കൂട്ടമായിട്ടാണ്. 9:30 അവസാനിക്കുന്ന ഈ മഹാസമ്മേളനത്തിൽ നിന്ന് നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട ഊർജം എന്ന് പറയുന്നത് ഞാൻ ആബിദാകണോ, ഞാൻ ആബിദായിരിക്കണമോ എന്നതാണ്. ആബിദാകണമെങ്കിൽ നമുക്കെങ്ങനെയും ജീവിക്കാം. മരണം വരെ പടച്ചവൻ നമുക്കതിന് സൗകര്യം നൽകും. ആബിദാകണമെങ്കിൽ ആരാധനയിൽ നിമഗ്നമായ, ദീനിൽ അധിഷ്ഠിതമായിട്ടുള്ള, തഖ്വയാൽ സമ്പന്നമായിട്ടുള്ള ഗുണഗണങ്ങളോടുകൂടി പടച്ചവനെ ഭയപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെയൊരു ഊർജം നമുക്ക് ലഭ്യമാകുന്നുവെങ്കിൽ, നമ്മളങ്ങനെ ജീവിക്കുന്നുവെങ്കിൽ നിശ്ചയം നമ്മുടെ മക്കൾ ആ കൈവഴികളിൽ വരും. അവരെക്കുറിച്ചുള്ള ആശങ്കകൾ നമുക്ക് നഷ്ടപ്പെടും. കാരണം പ്രിയപ്പെട്ട എൻ്റെ ഉപ്പയുടെ കൈപിടിച്ചു പോകുമ്പോൾ ഉപ്പ പോകുന്ന നന്മയുടെ വഴികളിലേക്കാണ് മകനും നടന്നു പോകുന്നത്. ഉമ്മയുടെ കൈപിടിച്ചു പോകുമ്പോൾ ഉമ്മ നടന്നു പോയ വഴികളിലേക്കാണ് മക്കളും നടന്നു വരുന്നത്. അതെ, സന്മാർഗത്തിന്റെ തുരുത്തുകളിലേക്ക് നമ്മൾ നടന്നു പോയാൽ നമ്മുടെ കൂടെ നമ്മുടെ മക്കൾ വരും. അതിന് നമ്മൾ ഓരോരുത്തരും മാതൃക കാണിക്കുക. എൻ്റെ വസ്ത്രത്തിലൂടെ, എൻ്റെ ചിന്തയിലൂടെ, എൻ്റെ ഖുർആൻ പാരായണത്തിലൂടെ, എൻ്റെ ജീവിതത്തിലൂടെ, എൻ്റെ ത്യാഗത്തിലൂടെ, എൻ്റെ തഖ്വയിലൂടെ, എൻ്റെ സൗഭാഗ്യങ്ങളിലൂടെ, എൻ്റെ കുടുംബ ബന്ധങ്ങളിലൂടെ ഞാൻ മാതൃക കാണിച്ചാൽ ആ മാതൃകയെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ മക്കളും ധാരമുറിയാതെ നമ്മുടെ കൂട്ടത്തിൽ വരും. അങ്ങനെയുള്ളൊരു കൺകുളിർമയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാകുമെങ്കിൽ അള്ളാഹുവിന്റെ കോടതിയിൽ നാളെ പരലോകത്ത് സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ പരസ്പരം സ്നേഹത്തോടുകൂടി സംഭാഷണങ്ങൾ പറഞ്ഞ് ചിരിച്ചും കളിച്ചും രസിച്ചുമൊക്കെ ഉല്ലസിച്ച് ആനന്ദിച്ചാറാടി കഴിയുന്ന ഞാനും എൻ്റെ മക്കളുമുള്ള ഒരു ലോകം പരലോകത്ത് സ്വർഗത്തിലുണ്ട് നിങ്ങൾക്ക് എന്ന വിശുദ്ധ ഖുർആനാണ് നമ്മുടെ മുമ്പിൽ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് അശ്രദ്ധയകറ്റുക, ജീവിതത്തെ അള്ളാഹുവിന്റെ മാർഗങ്ങളിലേക്ക് ക്രമീകരിക്കുക, മക്കളെയും കുടുംബത്തെയും ഇസ്ലാമിക ചിട്ടയോടുകൂടി വളർത്തുകയും മാതൃകാധന്യമായ ജീവിതത്തോടുകൂടി മുന്നോട്ട് പോവുകയും ചെയ്യുക. ഏകനായ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിക്കുന്ന തഖ്വയുള്ള മുവഹിദുകളായും പ്രവാചകന്റെ തിരുചര്യ പിൻപറ്റിയിട്ടുള്ള സുന്നത്ത് സ്വീകരിക്കുന്ന സത്യവിശ്വാസികളായിട്ടും നാം മരണപ്പെട്ടു പോകുക. അല്ലാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബനാ ലാ തുസിഗ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ് സുബ്ഹാനക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.